ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഈ പുഷ്പങ്ങളുടെ പേരെ ചൊല്ലിയുള്ള ഒരു ഞാൻ വിവാദം പറഞ്ഞു അതെ അതൊരു രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങിയാണ് ബി ജെ പി. അതൊരു പ്രതിഷേധത്തിലോട്ട് കിടക്കും, കലോത്സവ വേദിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ എങ്ങനെ മറികടക്കും, നേരിടും? അങ്ങനെയൊന്നും ഒരു പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏറ്റവും ഒടുവിൽ ഇവിടെ തൃശ്ശൂർ വെച്ച് നടന്ന കലോത്സവത്തിലും പിന്നെ താമര അന്നും പുഷ്പങ്ങളുടെ പേരായിരുന്നല്ലോ എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അന്നും താമര ചിഹ്നം താമരയില്ലായിരുന്നു. താമര ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ വിവാദം വേണ്ടെന്ന് കരുതി തന്നെയാണ്. അത് തന്നെ, ഒരു വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഇട്ടെന്ന് മാത്രമേ. നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ്. അല്ല, ബോധം ഒഴിവാക്കുക ഇപ്പോൾ തന്നെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് തോന്നുന്നില്ല അങ്ങനെ? അതല്ലേ നല്ലത്? അല്ല, നിങ്ങളല്ലേ പലപ്പോഴും തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ ആരാ പിന്നെ നമ്മുടെ രാധാകൃഷ്ണൻ ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ എന്താണ്, ഇനി 5 വർഷം കൂടി അവശേഷിക്കുന്നു. അയാളുടെ ഏറ്റവും ഒടുവിൽ പിന്നെ കണ്ടുകിട്ടിയത് 1 കോടിയിലധികം വരുന്ന കൈക്കൂലി ചോദിച്ചതിനുള്ള അപേക്ഷയും മറ്റു കാര്യങ്ങളാണ് കണ്ടുകിട്ടിയത്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അയാൾ എന്തൊക്കെ കോലാഹലം അയാൾ ഉണ്ടാക്കി കേരളത്തിൽ. സ്വർണ്ണപ്പാളി അല്ലെ സ്വർണ്ണക്കടത്ത്, പിന്നെ ബിരിയാണി ചെമ്പ്, പിന്നെ സ്വപ്ന സുരേഷ്, ലൈഫ് വിഷയൻ, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിക്കുള്ള അന്വേഷണം, പിന്നെ മുഖ്യമന്ത്രി ഇതിൽ പ്രതിയാക്കുന്നതിന് വേണ്ടി ആളുകളെ കൊണ്ട് പറയിപ്പിക്കൽ, എന്തൊക്കെ കോലാഹലമാണ് ഇയാൾ കാണിച്ചത്. ഇയാൾ എത്ര കോടി രൂപയായിരിക്കും സമ്പാദിച്ചിട്ടുള്ളത് ഈ 20-ലാണെങ്കിൽ? അയാൾ ആദ്യം ചെയ്യേണ്ടത് ഈ പിരിച്ചുവിട്ട കാര്യം നല്ല സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. അയാൾ ചെയ്യേണ്ടത്, അയാളുടെ സ്വാധീനം ഇതുവരെയും കുറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കിട്ടിയ പ്രശ്നങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തി എഫ്ഐആർ ഇട്ട് അയാളെ ജയിലിൽ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തണം. കേസെടുത്ത് എത്രയും പെട്ടെന്ന് അയാളെ ജയിലിൽ അടയ്ക്കണം. കാരണം 1 മണിക്കൂർ താമസിച്ചാൽ അത്രയും അയാൾ സ്വാധീനിക്കപ്പെടും. അയാളെ ജയിലിൽ അടച്ചുകൊണ്ട് കേസ് എടുക്കണം. എന്ന് മാത്രമല്ല, ഈ കേന്ദ്ര ഏജൻസിയുടെ വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു. ഇനി കേന്ദ്ര ഏജൻസി എന്ത് ചെയ്താലും അത് രാഷ്ട്രീയവും അഴിമതിയുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞുള്ള എത്ര കുടുംബങ്ങളെ തകരാറിലാക്കി. പിന്നെ ഒരു ഗവൺമെൻറ്റിനെ തന്നെ പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അപ്പോൾ ഈ ജാതി ആളിലാണ് പിന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലെ ഇ ഡിയുടെ ഉദ്യോഗസ്ഥന്മാരെന്ന് കാണണം. ഇത്രയും വലിയ ലോക കള്ളൻ ഒരിക്കലും ഉണ്ടാവില്ല. ഇത്രയും പിന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ തണലിൽ നിന്നുകൊണ്ട് കൈക്കൂലിയും സ്വജനപക്ഷപാതവും ഒക്കെ നടത്തുന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ വിരളമായിരിക്കും പിന്നെ ഇന്ത്യ രാജ്യത്ത് തന്നെ ഉള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു നിമിഷം പോലും താമസിക്കാതെ കേസ് ചാർജ് ചെയ്ത് പിന്നെ കോടതി നിയമപരമായ നടപടി പൂർത്തീകരിച്ച് അയാളൊക്കെ ജയിലിലടച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മുഖ്യമന്ത്രി പോലും പെടുത്താൻ ശ്രമിച്ചുല്ലോ അന്ന്. അത് ബഹുമാനപ്പെട്ട അയാൾ ആദ്യം ഇയാൾക്ക് ഈ ഡയറക്ഷൻസ് കൊടുത്ത ഏതെങ്കിലും ഒരു ഏജൻസി ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു അധികാര കേന്ദ്രം ഉണ്ടാവുമല്ലോ. ആ അധികാര കേന്ദ്രം മുഖ്യമന്ത്രിയെല്ലാം ഇത് കേസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചതിനെ സംബന്ധിച്ചിടത്തോളം മാപ്പ് പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ആദ്യം അവർ ചെയ്യേണ്ടത്. മറ്റേ നിയമപരമായ നടപടിയും ജയിലിലടയ്ക്കലും ഒക്കെ തന്നെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണ്.